ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. നമ്മൾ അടുത്ത പാഠഭാഗത്തിലേക്ക് ഇന്ന് കയറുകയാണ്. ചാപ്റ്റർ 12 ബീജഗണിതം, ആൾജിബ്ര എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല രസകരമായ ഒരു പാഠമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്നറിയണ്ടേ? വരും, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സം ഓഫ് ടു നാച്ചുറൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യയുടെ തുക. അതിനകത്ത് എന്തോ ഒരു പ്രത്യേകത ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സംഖ്യകളുമായി കൂട്ടുകൂടിയ ഗണിതശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ രാമാനുജൻ. ഓക്കെ, നമുക്കും അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കാം, 7 കൂട്ടണം 8, അടുത്തടുത്ത നമ്പേഴ്സ്, തുടർച്ചയായ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ 7 കൂട്ടണം 8 സമം 15 അല്ലേ? ഇനി നമുക്ക് വേറൊന്ന് നോക്കാം. 10 കൂട്ടണം 11, 10 കൂട്ടണം 11 എത്രയാ വരിക? 21. 25 കൂട്ടണം 26 എത്രയാണ് വരിക? 51. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ സംഖ്യകളുടെ തുകയും ഇതിലെ ഏതെങ്കിലും സംഖ്യകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഇതിലെ ചെറിയ സംഖ്യ ഒന്ന് നോക്കൂ. 15, 10, 21, 25, 51. എന്താണ് ട്രിക്ക്? വല്ലതും നിങ്ങളുടെ മനസ്സിൽ വന്നോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 7ഉം 15ഉമായിട്ടുള്ള ബന്ധം, 7ൻ്റെ 2 മടങ്ങിനോട് 1 കൂട്ടിയതാണ് 15. അങ്ങനെയാണെങ്കിൽ അതേ ബന്ധം തന്നെയാണോ ഇവിടെ വരുന്നത്? നോക്കൂ, 10ൻ്റെ 2 മടങ്ങേ കൂട്ടണം 1 അല്ലേ? 2 20 കൂട്ടണം 1. 25 × 2 മടങ്ങ് 50, 50 കൂട്ടണം 1. അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പം ഈ ബന്ധം എല്ലാ സംഖ്യകൾക്കും ബാധകമാണ്. എങ്ങനെ? തുടർച്ചയായി വരുന്ന 2 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് അവയിൽ ചെറിയ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്നതിനോട് തുല്യമാണ്. എന്ത് രസമല്ലേ ഗണിത പഠനം! നമുക്കതൊന്ന് എഴുതി നോക്കാം. 7 × 2 കൂട്ടണം 1 15. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്കൊന്ന് നോക്കാം. 10ൻ്റെ 2 മടങ്ങിനോട് 1 കൂട്ടിയതാണ് എന്ത്? 21. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് എഴുതാം. 25 ഗുണിക്കണം 2 കൂട്ടണം 1 51. ഇത് തുടർച്ചയായി വരുന്ന ഏത് 2 എണ്ണൽ സംഖ്യയിലെടുത്താലും ചെറിയ സംഖ്യയുടെ 2 മടങ്ങിനോട് 1 കൂട്ടുന്നതാണ് അവയുടെ തുക വരുന്നത്. ഓക്കെ ആയോ? അങ്ങനെയാണെങ്കിൽ സംഖ്യ എക്സ് ആയാൽ, നമുക്ക് സംഖ്യ എത്രയാണെന്നൊന്നും അറിയില്ല, ഏതോ സംഖ്യ ആകാം, നമുക്ക് അറിയില്ല, എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകൾ ഏതാ വരിക? എക്സ്. പിന്നെയോ അടുത്തത് എക്സ് കൂട്ടണം 1. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താണ് കിട്ടുക? നമ്മൾ നോക്കൂ, എക്സും കൂടെ കൂട്ടിയാൽ 2x ആണ് വരിക, കൂട്ടണം 1. അതുകൊണ്ടാണ് ഈ ബന്ധം എല്ലാത്തിനും ശരിയാവുന്നത്. നമ്മളത് പ്രൂവ് ചെയ്തതാണ്. ഇവിടെ നോക്കൂ, എക്സ് ചെറിയ സംഖ്യ, ആ ചെറിയ സംഖ്യേനെ 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുമ്പോൾ നമുക്ക് അവയുടെ തുക ലഭിക്കും. ഓക്കെ ആണല്ലോ? ഇത് ഭിന്നസംഖ്യകൾക്കും ബാധകമാണ്. നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഇവിടെ എഴുതാം. 5.5 കൂട്ടണം അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ്? 6.5. ഇവയുടെ തുക എന്ന് പറയുന്നത് 5ഉം 6ഉം എത്രയാ? 11. 11ഉം 1ഉം 12. ഇനി നമ്മൾ പറഞ്ഞത് എന്താ? ഈ 5.5യുടെ 2 മടങ്ങിനോട് 1 കൂട്ടുക. അപ്പം 5.5യുടെ 2 മടങ്ങ് എത്രയാ വരിക? 5.5 × 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5.5യുടെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 11. 11നോട് 1 കൂട്ടിയതാണ് എന്ത് വരുന്നത്? 12 വരുന്നത്. 5ൻ്റെ 2 മടങ്ങ് 10, അരയുടെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 1. 10 1 11. ആ 11നോട് 1 കൂട്ടിയതാണ് എന്ത്? 12. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് 3 സംഖ്യകളാണ്, 3 തുടർച്ചയായ സംഖ്യകൾ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഇവിടെ നോക്കൂ, 27, 28, 29. ഞാനിവിടെ ചെയ്യുന്നത് 27ഉം 29ഉം കൂടെ കൂട്ടുകയാണ്. 27ഉം 29ഉം കൂടെ കൂട്ടാൻ എളുപ്പമാർഗം 27ഉം 9ഉം എത്രയാ വരിക? 36.
36ഉം 20 എത്രയാണ് വരുന്നത്? 27 കൂട്ടണം 29 സമം 56. ഓക്കെ ആണല്ലോ. അടുത്തത് ഇവിടെയോ 8 കൂട്ടണം 10 സമം എത്രയാണ്? 18. ഇവിടെ 3 കൂട്ടണം 5 സമം എത്രയാണ്? 8. ഈ സംഖ്യകൾ ഈ ആദ്യത്തെ സംഖ്യയും ലാസ്റ്റ് എഴുതിയ സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന സംഖ്യയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ബന്ധം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഈ നടുക്ക് കിടക്കുന്ന സംഖ്യയുടെ 2 മടങ്ങാണ് 56. 28ൻ്റെ 2 മടങ്ങാണ് 56. നോക്കൂ, 9ൻ്റെ 2 മടങ്ങാണ് 18. 4ൻ്റെ 2 മടങ്ങാണ് 8. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? നോക്കുക, നടുക്ക് കിടക്കുന്ന സംഖ്യ 28. 28ൽ നിന്ന് 1 കുറഞ്ഞതാണ് 27. 28നോട് 1 കൂടിയതാണ് 29. ഇനി നമുക്കത് സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം. നമുക്കറിയാം ഇവിടെ നടുക്ക് കിടക്കുന്ന സംഖ്യയുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് നടുക്ക് കിടക്കുന്ന സംഖ്യ ഞാൻ എക്സ് എന്ന് എഴുതി. അപ്പം ഇടതുവശത്തുള്ള സംഖ്യയോ എക്സിൽ നിന്ന് 1 കുറവ്, 4ൽ നിന്ന് 1 കുറവ്. അപ്പം എക്സ് -1 ആണ് വരിക. കൂട്ടണം എക്സ്, കൂട്ടണം ഇതിനോട് അടുത്ത സംഖ്യ ആയിട്ടുള്ള ബന്ധം നോക്കൂ, എക്സ് +1 ആണ് വരുന്നത്. എല്ലാം എടുത്തു നോക്കിയാൽ 28ൽ നിന്ന് 1 കുറവ് 27, 28നോട് 1 കൂട്ടി. എല്ലാ സംഖ്യയും നടുക്ക് കിടക്കുന്ന സംഖ്യയുമായിട്ടുള്ള ബന്ധം നമ്മളോട് ഇവിടെ പറഞ്ഞത് ഈ 2 സംഖ്യകളുടെ തുക ഈ നടുക്ക് കിടക്കുന്ന സംഖ്യയുമായിട്ടുള്ള ബന്ധമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം നമുക്കറിയാം ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ് അല്ലേ? എക്സ് -1 കൂട്ടണം എക്സ് +1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എക്സും എക്സും എത്ര എക്സാ? 2x. അപ്പം 2x +1 -1, അതായത് 2xനോട് കൂടെ 1 കൂട്ടി 1 കുറച്ചു. അപ്പം ഫലത്തിൽ ഇതങ്ങോട്ട് ക്യാൻസൽഡ് ആണ്. അപ്പം നമുക്ക് എന്താ കിട്ടുക? 2x. ആ ബന്ധം നമ്മൾ കണ്ടു. ഈ ബന്ധമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ശരിയായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? ഇത് 2 കൂട്ടിയാൽ നടുക്കുള്ള സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇപ്പം നമ്മൾ കണ്ടെത്തിയത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് നോക്കി എഴുതിയാൽ മതി. അടുത്ത 3 എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുകയും നടുവിലെ സംഖ്യയുടെ 2 മടങ്ങും ഒരേ സംഖ്യയാണ്. ഫോർ എനി 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഈസ് ഈക്വൽ ടു ടൈസ് ദ മിഡിൽ നമ്പർ. ഓക്കെ, എങ്കിൽ നമുക്ക് പേജ് നമ്പർ 166 പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ടേക്ക് സം സെറ്റ്സ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ആഡ് ഓൾ 3. എന്നിട്ട് അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ചെക്ക് ഇഫ് ദ സം ഹാസ് എനി റിലേഷൻ വിത്ത് എനി വൺ ഓഫ് ദ 3 നമ്പേഴ്സ് ആഡഡ്. അതായത് അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകൾ പലത് എടുത്തു കൂട്ടി നോക്കുക. എന്നിട്ട് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഈ തുകയ്ക്ക് കൂട്ടുന്ന സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പം നമുക്കൊരു 3 തുടർച്ചയായ സംഖ്യകൾ എടുത്തു നോക്കാം. ഞാനിവിടെ 7 കൂട്ടണം 8 കൂട്ടണം 9. ഇത് കൂട്ടിയാൽ എത്രയാണ് വരുന്നത്? 7 9 16, 16 8 24. ഒരെണ്ണം കൂടെ എടുത്ത് നമുക്കൊന്ന് നോക്കാം. 3 കൂട്ടണം 4 കൂട്ടണം 5, 5 3 8 4 എത്രയാണ്? 12. ഈ കൂട്ടുന്ന ഈ സംഖ്യയുടെ തുകയ്ക്ക് ഇതിലേതെങ്കിലും സംഖ്യയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഒരു സെറ്റിൽ 24-ന് ഇതിലേതെങ്കിലും സംഖ്യമായിട്ട് ബന്ധമുണ്ടോ? 12-ന് ഇതിലേതെങ്കിലും സംഖ്യമായിട്ട് ബന്ധമുണ്ടാകുന്ന ചോദ്യം. ഇപ്പം നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അതായത് നടുക്ക് കിടക്കുന്ന സംഖ്യ നോക്കുക, 8. 8ൻ്റെ 3 മടങ്ങല്ലേ 24? 3 ടൈംസ് അല്ലേ? അതായത് 4ൻ്റെ 3 മടങ്ങല്ലേ 12? അങ്ങനെയാണെങ്കിൽ 24 കൂട്ടണം 25 കൂട്ടണം 26 കണ്ടുപിടിക്കാൻ നമ്മളിത് ഓരോന്നും കൂട്ടേണ്ട ആവശ്യമില്ല. 25ൻ്റെ 3 മടങ്ങ് കണ്ടാൽ മതി. 25ൻ്റെ 3 മടങ്ങ് എത്രയാണ് വരിക? 25 3 75 വരിക.
എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത്? ഈ തൊട്ട് മുന്നേ നമ്മൾ എന്താ ചെയ്തത്? ഈ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യയുടെ തുകയും നടുക്കുള്ള സംഖ്യയുടെ തുകയും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? ഇതിൻ്റെ 2 മടങ്ങാണ് ഇത് കൂട്ടുമ്പോൾ. 7 9 16, 8ൻ്റെ 2 മടങ്ങാണ്. ഇപ്പൊ 3 കൂട്ടുമ്പോൾ 8 കൂടെ കൂട്ടുകയാണ്. അപ്പൊ 2 മടങ്ങിന് പകരം എന്തായിട്ട് മാറി? 3 മടങ്ങായിട്ട് മാറി. അത്രേ ഉള്ളൂ. ഇനി അതിനകത്ത് രണ്ടാമത് പറയുന്നുണ്ട്, ഈ ബന്ധം അടുത്തടുത്ത ഏത് 3 എണ്ണൽ സംഖ്യകൾക്കും എന്തുകൊണ്ട് ശരിയാവുന്നു എന്ന് വിശദീകരിക്കുക. അതായത് എക്സ്പ്ലെയിൻ വൈ ദിസ് റിലേഷൻ ഹോൾഡ്സ് ഫോർ എനി 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അതിനാണ് നമ്മൾ ബീജഗണിതം ഉപയോഗിക്കുന്നത്. ഇതെന്തുകൊണ്ട് ശരിയാവുന്നു നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ഒന്നാമത്തേത് നമ്മൾ കണ്ടെത്തി. രണ്ടാമത്തേതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നടുക്ക് കിടക്കുന്ന സംഖ്യ എക്സ്. ഇവിടെ എക്സ് മൈനസ് 1 കൂട്ടണം. ഇവിടെയോ എക്സ് പ്ലസ് 1. ഇനി നമുക്കറിയാം ഇവിടെ 3 എക്സുകളുണ്ട് അല്ലേ? 3 എക്സ് കൂട്ടണം 1 മൈനസ് 1. ഈ 3 എക്സിനോട് 1 കൂട്ടി 1 കുറച്ചു. നടുക്കളത് എക്സ് ആണ്. മനസ്സിലായില്ലേ? ഇവിടെ 1 കുറച്ചു, ഇവിടെ 1 കൂട്ടി. ഫലത്തിൽ 3 എക്സ് ആയിട്ടാണ് 1. അപ്പോൾ ഇത് 2 ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്? 3 എക്സ്. ഇതുകൊണ്ടാണ് ഈ ബന്ധം ശരിയാകുന്നത്. ഓക്കെ ആയോ? ഇനി മൂന്നാമതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദിസ് റിലേഷൻ ഫസ്റ്റ് ഇൻ ഓർഡിനറി ലാംഗ്വേജ് ആൻഡ് ദെൻ യൂസിങ് അൾജിബ്ര. അതായത് ഈ ബന്ധം സാധാരണ ഭാഷയിലും തുടർന്ന് ബീജഗണിത രൂപത്തിൽ എഴുതുക. രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഒന്നും കൂടെ പറയാം. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യയുടെ തുക നടുവിലെ എണ്ണൽ സംഖ്യയുടെ 3 മടങ്ങാണ്. പറഞ്ഞ കാര്യമാണ്. The sum of 3 consecutive natural numbers is 3 times the middle number. അതിൻ്റെ ബീജഗണിത രൂപവും നമ്മൾ എഴുതിയതാണ്. നമുക്കറിയാം എക്സ് കൂട്ടണം എക്സ് കൂട്ടണം എക്സ് കൂട്ടണം 1 മൈനസ് 1, 3x മൈനസ് പ്ലസ് 1 മൈനസ് 1. ഇത് രണ്ടും ക്യാൻസലായിപ്പോവും. 3x നമ്മൾ കണ്ടതാണ് അല്ലേ? ഇനി നമുക്ക് ഒരു 3 എണ്ണൽ സംഖ്യ അങ്ങ് എടുത്താലോ? എക്സ് വൈ ഇസഡ്. ഇതേത് 3 എണ്ണൽ സംഖ്യകളായാലും എക്സ് കൂട്ടണം വൈ കൂട്ടണം ഇസഡ് സമയം എന്തായിരിക്കും? വൈയുടെ 3 മടങ്ങ്, അതായത് 3y ആയിരിക്കും. ഇത് നമ്മൾ കണ്ടെത്തിയ കാര്യം. അതെങ്ങനെ എന്ന് നമ്മൾ സമർത്ഥിച്ചതാണ് ഇതേ രീതിയിൽ. ഓക്കെ ആയി. ഇന്നെടുത്ത ഭാഗം കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ ബാക്കി 2ലെയും 3ലെയും പ്രവർത്തനങ്ങൾ നമുക്കറിയാം. വീഡിയോ ഒത്തിരി ലെങ്ത് കൂടിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അത് അടുത്ത പാർട്ട് 2 വീഡിയോ ആയിട്ടിടാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ. ബൈ.